ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്ഥിരീകരിച്ചു. പെർത്തിലെ ആദ്യ ടെസ്റ്റ് വിജയത്തിന് ശേഷം ടീം ഇന്ത്യ അഡ്ലൈഡിൽ ഡേ നൈറ്റ് ടെസ്റ്റിന് ഒരുങ്ങുകയാണ്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ടീമിൽ തിരിച്ചെത്തുന്നതോടെ ബാറ്റിംഗ് ലൈനപ്പിൽ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. രോഹിത് ശർമ്മ സ്വന്തം തീരുമാനപ്രകാരം ഓപ്പണിംഗ് സ്ഥാനം ഒഴിവാക്കുകയാണ്. പകരം KL രാഹുൽ ഓപ്പണിംഗ് ചെയ്യും. പെർത്തിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് രാഹുലിന് തന്നെ ഓപ്പണറായി തുടരാനാണ് തീരുമാനം. രോഹിത് മധ്യനിരയിലേക്ക് മാറും. എന്നാൽ മധ്യനിരയിൽ എവിടെ ബാറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. പെർത്തിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം രാഹുൽ പടുത്തുയർത്തിയ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് വലിയ വിജയമായിരുന്നു. അതിനാൽ ഈ ജോഡി തുടരുമെന്നാണ് സൂചന. രോഹിത് തിരിച്ചെത്തിയിട്ടും പിങ്ക് ബോൾ സന്നാഹ മത്സരത്തിൽ രാഹുൽ തന്നെ ഓപ്പണിംഗ് ചെയ്തത് ഈ തീരുമാനത്തെ ബലപ്പെടുത്തുന്നു. രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റ് നഷ്ടമാക്കിയത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ച്. 5 വർഷമായി ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായ രോഹിത് 42 ടെസ്റ്റുകളിൽ നിന്ന് 9 സെഞ്ചുറികളോടെ 2685 റൺസ് നേടിയിട്ടുണ്ട്. മധ്യനിരയിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അഡ്ലൈഡിലെ ഡേ നൈറ്റ് ടെസ്റ്റ് ഇന്ത്യക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചാൽ ലോർഡ്സ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ സ്ഥാനമുറപ്പിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവും ബാറ്റിംഗ് ഓർഡറിലെ മാറ്റവും ഇന്ത്യയുടെ വിജയത്തിന് എത്രത്തോളം സഹായിക്കുമെന്നത് കാത്തിരുന്നു കാണാം.